ഏതൊരു നഴ്സിംഗ് ഗവേഷണ പ്രോജക്റ്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്നറിയാമോ? അതിന്റെ തുടക്കം തന്നെ, അതായത് വ്യക്തമായ ഒരു ഗവേഷണ പ്രശ്നം കണ്ടെത്തുന്നത്. ശരിയായ ഒരു തുടക്കം കിട്ടിയാൽ പകുതി വിജയിച്ചു എന്ന് പറയാം. അപ്പോൾ ആ അടിത്തറ എങ്ങനെ ബലപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ക്ലിനിക്കൽ ഷിഫ്റ്റിലാണെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിലും നല്ലൊരു വഴിയുണ്ടാവില്ലേ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ടോ? ആ ഒരു ചെറിയ സംശയം, ആ ഒരു കൗതുകം, അവിടെ നിന്നാണ് വലിയ ഗവേഷണങ്ങൾ തുടങ്ങുന്നത്. അതെ, ആ ചോദ്യം അതൊരു തീപ്പൊരിയാണ്. ഒരു റിസർച്ചിന്റെ തുടക്കം. നമ്മൾ വിചാരിക്കുന്ന പോലെ റിസർച്ച് വലിയ ലാബുകളിൽ നിന്നല്ല തുടങ്ങുന്നത്. മറിച്ച് ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്, പക്ഷേ ശരിക്കും ഇങ്ങനെയാണോ നടക്കേണ്ടത് എന്നൊരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. ആ തിരിച്ചറിവില്ലേ, അതാണൊരു റിസർച്ചിന്റെ യഥാർത്ഥ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഈ റിസർച്ച് പ്രോബ്ലംസ് എവിടുന്നാ കിട്ടുക? സത്യം പറഞ്ഞാൽ ആശയങ്ങൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ക്ലിനിക്കൽ അനുഭവത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന പുതിയൊരു ആർട്ടിക്കിളിൽ നിന്നാവാം. ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ കാണുമ്പോഴായിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ നല്ല ആശയങ്ങൾക്കായി നമ്മൾ അധികം ദൂരെയൊന്നും പോകേണ്ടതില്ല. ശരി, അപ്പോൾ എവിടെ തുടങ്ങും? നമുക്ക് ഈ പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതായത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു വലിയ ഏരിയ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ. നോക്കൂ, ഈ കാണുന്നതൊക്കെയാണ് റിസർച്ച് ടോപ്പിക്കുകൾക്കുള്ള സാധാരണ സോഴ്സസ്. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ വായിക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഐഡിയകൾ, ഒരു എക്സ്പെർട്ടുമായി സംസാരിക്കുന്നത്, അങ്ങനെ പലതും. ചിലപ്പോൾ ഒരു രോഗിയുമായുള്ള സാധാരണ സംഭാഷണം മതിയാകും നിങ്ങളുടെ അടുത്ത വലിയ ഗവേഷണ വിഷയത്തിലേക്കുള്ള വഴി തുറക്കാൻ. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ വലിയൊരു ഐഡിയ ഉണ്ട്. ഇതിനെ എങ്ങനെ ചെറുതാക്കി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റും? അതിനൊരു സൂത്രപ്പണിയുണ്ട്. നമ്മളതിനെ റിസർച്ച് ഫണൽ എന്ന് പറയും. ഒരു ഫണലിലേക്ക് വെള്ളമൊഴിക്കുന്നതുപോലെ വലിയൊരു വിഷയത്തെ ഇതിലൂടെ കടത്തിവിട്ട് വളരെ കൃത്യമായ, ഫോക്കസ്ഡായ ഒരു പ്രോബ്ലമാക്കി മാറ്റാൻ ഈ രീതി നമ്മളെ സഹായിക്കും. അപ്പോൾ പിന്നെ ആവശ്യമില്ലാതെ സമയം കളയുന്നത് ഒഴിവാക്കാമല്ലോ. നമുക്ക് ഇതൊരു ഉദാഹരണത്തിലൂടെ നോക്കിയാലോ. സ്റ്റെപ്പ് 1, വളരെ വിശാലമായി തുടങ്ങുക. നമ്മുടെ ടോപ്പിക് ഇതാണെന്ന് വയ്ക്കുക: പ്രായമായവരുടെ നഴ്സിംഗ് കെയർ ആവശ്യങ്ങൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര വലുതാണ്. ഇതിലെവിടെ പിടിച്ചാണ് തുടങ്ങുക എന്നൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി സ്റ്റെപ്പ് 2, ഈ വിഷയത്തെക്കുറിച്ച് നിലവിൽ എന്തൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമ്മളൊന്ന് റിവ്യൂ ചെയ്യും. മറ്റുള്ളവർ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്, എവിടെയാണ് ഇപ്പോഴും ഉത്തരമില്ലാത്തത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫോക്കസ് ഒന്നുകൂടി ചെറുതാക്കാൻ പറ്റും. അങ്ങനെ നമ്മളെത്തുന്നു സ്ഥാപനങ്ങളിലെ പ്രായമായവരുടെ സുരക്ഷ എന്ന കുറച്ചുകൂടി സ്പെസിഫിക് ആയ വിഷയത്തിലേക്ക്. അങ്ങനെ നമ്മുടെ ഫണലിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൃത്യമായ, നമുക്ക് പഠിക്കാൻ കഴിയുന്നൊരു പ്രശ്നത്തിലേക്ക് എത്തുന്നു. നമ്മുടെ വിഷയം ഇപ്പോൾ ഇതാണ്: സ്ഥാപനങ്ങളിലെ വീഴ്ച തടയാനുള്ള സ്ട്രാറ്റജികളുടെ എഫക്റ്റീവ്നെസ് വിലയിരുത്തുക. കണ്ടില്ലേ, എവിടെ തുടങ്ങി എവിടെ എത്തിയെന്ന്, എത്ര ഷാർപ്പായി. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് പ്രോബ്ലം കിട്ടി. പക്ഷേ അവിടെ നിർത്താൻ വരട്ടെ. ഇതൊരു നല്ല റിസർച്ച് പ്രോബ്ലമാണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നല്ല പ്രോബ്ലത്തിന് പ്രധാനമായും ഈ 4 ക്വാളിറ്റീസ് വേണം. 1, പ്രാധാന്യം. ഈ വിഷയം പഠിക്കുന്നതുകൊണ്ട് നഴ്സിംഗ് ഫീൽഡിന് എന്തെങ്കിലും ഗുണമുണ്ടോ? 2, ഗവേഷണ യോഗ്യത. ഇതിനെ ശാസ്ത്രീയമായി പഠിക്കാൻ പറ്റുമോ, അതോ വെറുമൊരു അഭിപ്രായമാണോ? 3, പ്രായോഗികത. നിങ്ങളുടെ കയ്യിലുള്ള സമയം, പണം, മറ്റ് സൗകര്യങ്ങൾ വെച്ച് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? 4, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, നിങ്ങളുടെ താൽപ്പര്യം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ശരിക്കും പാഷനുണ്ടോ? ഈ 4 ചോദ്യങ്ങൾക്കും യെസ് എന്നുത്തരം കിട്ടിയാൽ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. ആ ഗവേഷണ യോഗ്യത അഥവാ റിസർച്ചബിലിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കൂ. നഴ്സുമാർ യൂണിയനുകളിൽ ചേരണോ എന്ന ചോദ്യം ഒരു അഭിപ്രായമാണ്. അതൊരു ധാർമ്മിക ചോദ്യമാണ്. അതിന് ശരിയും തെറ്റുമില്ല. അത് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യൂണിയൻ മെമ്പർഷിപ്പ് നഴ്സുമാർ ജോലിയിൽ തുടരുന്നതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണെങ്കിൽ അത് നമുക്ക് ഡേറ്റ വെച്ച് അളക്കാനും പഠിക്കാനും പറ്റും. അതാണ് വ്യത്യാസം. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഒരു റിസർച്ച് എന്ന് പറയുന്നത് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുക്കുന്ന ഒരു വലിയ യാത്രയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോഴൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരേ ഒരു മോട്ടിവേഷൻ ആ വിഷയത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടം മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു വിഷയം തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ കണ്ടെത്തിയ, ഫോക്കസ് ചെയ്ത ഈ ആശയത്തെ ഒരു ഒഫീഷ്യൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റാക്കി മാറ്റാൻ പോകുന്നു. ഇനി അങ്ങോട്ട് നിങ്ങളുടെ മുഴുവൻ സ്റ്റഡിയുടെയും ബ്ലൂ പ്രിന്റ് ഇതായിരിക്കും. ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതാൻ സാധാരണയായി 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ അതൊരു പ്രസ്താവനയായിട്ട് എഴുതാം, അതായത് ഇന്ന കാര്യത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്താനുള്ള ഒരു പഠനം.
അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ഇന്ന കാര്യം ചെയ്യുന്നത് മറ്റൊന്നിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഏത് രീതി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ പഠനത്തിന് ഒരു വ്യക്തത കിട്ടണം, അത്രയുള്ളൂ. ഒരു നല്ല പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന് ചില പ്രധാന ഭാഗങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ പഴയ ഉദാഹരണം വെച്ച് നോക്കാം. ഇവിടെ പോപ്പുലേഷൻ, അതായത് നമ്മൾ ആരെയാണ് പഠിക്കുന്നത്, അത് പ്രായമായ രോഗികളാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതായത് കാരണം, അത് വീഴ്ച തടയാനുള്ള തന്ത്രങ്ങളാണ്. ഇനി ഡിപെൻഡന്റ് വേരിയബിൾ, അതായത് നമ്മൾ അളക്കുന്ന ഫലം, അത് വീഴ്ചകളുടെ എണ്ണമാണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ സ്വന്തം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ ഇത് നല്ലൊരു ടെംപ്ലേറ്റാണ്. ഇനി കുറച്ചു ഫൈനൽ ടച്ചപ്പ് കൂടി. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന വേരിയബിളുകൾ എങ്ങനെയാണ് കൃത്യമായി അളക്കാൻ പോകുന്നതെന്ന് നിർവചിക്കുക. 2, ഈ പഠനം കൊണ്ട് എന്തൊക്കെയാണ് നേടാൻ പോകുന്നതെന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്യങ്ങൾ എഴുതുക. 3, നിങ്ങളുടെ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു പ്രവചനം നടത്തുക. ഇതിനെയാണ് നമ്മൾ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഇത്രയും കൂടിയായാൽ നിങ്ങളുടെ പ്ലാൻ പക്കയായി. അപ്പോൾ കണ്ടില്ലേ, ഒരു ചെറിയ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി ഒരു ഫണലിലൂടെ അതിനെ കടത്തിവിട്ട് കൃത്യമായി ചെക്ക് ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കിടിലൻ ബ്ലൂ പ്രിന്റ് ഉണ്ട്. നിങ്ങളുടെ മുഴുവൻ ഗവേഷണ യാത്രയ്ക്കും വഴികാട്ടിയാവാൻ പോകുന്ന ഒരു വ്യക്തമായ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. നിങ്ങളുടെ പഠനത്തിന്റെ നട്ടെല്ല് എന്ന് തന്നെ പറയാം. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ അനുഭവങ്ങളിൽ ഇങ്ങനെ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഏത് ചോദ്യമാണ് ഒരു പുതിയ ഗവേഷണമായി മാറാൻ കാത്തിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ അടുത്ത വലിയൊരു കണ്ടുപിടുത്തത്തിന്റെ തുടക്കം നിങ്ങളുടെ ആ ചോദ്യത്തിൽ നിന്നായിരിക്കാം.